കശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. ഹന്ദ്വാരയിൽ ഇന്നലെ ആരംഭിച്ച ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ ഡീബ്രീഫിംഗ് ഇന്ന് മുതൽ ആരംഭിക്കും. ഡൽഹി ലാഹോർ സംജോത എക്സ്പ്രസ് സർവീസ് പുനരാരംഭിക്കുകയും ചെയ്യും. ഇന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, അതിർത്തിയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. പാകിസ്ഥാന്റെ ഭീകരാക്രമണ വിഷയത്തിൽ നടപടികൾ സ്വീകരിച്ച ശേഷം ഇന്ത്യക്കെതിരെയുള്ള പാകിസ്ഥാന്റെ ഒളിയുദ്ധം തുടരുന്ന സാഹചര്യമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ത്യയുടെ ഭാഗത്ത് കാര്യമായ നാശനഷ്ടമുണ്ടോ? ഇന്നലെ ഹന്ദ്വാരയിൽ തുടങ്ങിയ ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇന്നും തുടരുന്നത്. ഇതിനിടെ തന്നെ 2 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഈ ഏറ്റുമുട്ടലിൽ വളരെ ശക്തമായ രീതിയിലുള്ള വെടിവയ്പ് പ്രദേശത്ത് നടക്കുന്നുണ്ട്. പ്രദേശവാസികൾ താമസിക്കുന്ന ആൾതാമസമുള്ള സ്ഥലങ്ങളിലാണ് ഭീകരർ ഒളിച്ചു കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ ഒഴിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ നടപടികൾ വൈകുന്നതെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. സൈന്യവും ജമ്മുകാശ്മീർ പോലീസും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തോടുകൂടി ഈ ഭീകരരെ വകവരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സൈന്യം. ആൾക്കാരെ മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ട് ഭീകരരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള നീക്കത്തിലാണ് സൈന്യമുള്ളത്. അതേസമയം അതിർത്തിയിൽ വീണ്ടും സംഘർഷാവസ്ഥ തന്നെ തുടരുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വെടിനിർത്തൽ കരാർ ലംഘനവും ഷെൽ ആക്രമണവും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈന്യം തിരിച്ചടിക്കുന്ന സാഹചര്യമുണ്ട്. ആൾക്കാർ കൂട്ടത്തോടെ പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. കൂടുതൽ ബങ്കറുകൾ സ്ഥാപിച്ചുകൊണ്ട് പാക് സൈന്യത്തിന് തിരിച്ചടി നൽകാനുള്ള നീക്കവും സൈന്യം പരിഗണിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യക്ക് വിട്ടുകിട്ടിയ വിംഗ് കമാൻഡർ അഭിനന്ദന്റെ ഇന്ന് മുതൽ ഡീബ്രീഫിംഗ് തുടങ്ങിയേക്കും. ഇന്നലെ തന്നെ അദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ആവശ്യമായ വൈദ്യ പരിശോധന നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും മാനസികമായ മാറ്റം ഉണ്ടാവുകയും ചെയ്താൽ ഡീബ്രീഫിംഗ് നടപടികൾ ആരംഭിക്കാനാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അതിന്റെ ഭാഗമായി വിവിധ ഏജൻസികൾ അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്യുക. ഇന്നലെ തന്നെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും ഉന്നത വ്യോമസേന ഉദ്യോഗസ്ഥരും അഭിനന്ദനെ സന്ദർശിച്ചിരുന്നു. ശരി ഉണ്ണി.